പെരിയ ഇരട്ടക്കൊലക്കേസിലെ കുറ്റവാളികളായ 9 പേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രതികളുടെ ആവശ്യം പരിഗണിച്ച് കോടതി നിർദ്ദേശപ്രകാരമാണ് ജയിൽ മാറ്റം. ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 9 പേരെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. ഒരാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കും മാറ്റും. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നിലവിൽ പെരിയ ഇരട്ടക്കൊലക്കേസിലെ കുറ്റവാളികളായ 9 പേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. രോഹിണി, പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതികളെയാണ് ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കൊച്ചി CBI കോടതിയാണ് ഇത്തരമൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രധാന പ്രതികളായ പീതാംബരൻ, രഞ്ജിത്ത്, സുധീഷ്, ശ്രീരാജ്, അനിൽകുമാർ, സജി, അശ്വിൻ, സുധീഷ്, സുരേഷ് എന്നിവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. മാത്രമല്ല, ബന്ധുക്കൾക്ക് വന്ന് കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലാണ് സൗകര്യമെന്ന് നേരത്തെ പ്രതികൾ പറഞ്ഞിരുന്നു. ഇത് വിചാരണ കോടതി അംഗീകരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, 5 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഇപ്പോൾ എറണാകുളം ജില്ലാ ജയിലിലാണുള്ളത്. ഇവരെയും അടുത്ത ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. അതോടുകൂടി ഈ പെരിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട മുഴുവൻ പ്രതികളും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം നമുക്കറിയാം, മുൻകാല ചരിത്രം CPM പ്രതികളായ കേസുകളിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിലെത്തുന്ന ആളുകൾ, ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിലെത്തുന്ന ആളുകൾക്ക് രാജകീയ സ്വീകരണം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്കും അത്തരത്തിലൊരു സ്വീകരണവും സൗകര്യവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഭിക്കുമെന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ ഏതാണ്ട് 8:15 കൂടിയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ മുഴുവൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. CBI കോടതിയുടെ കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇവരെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നിപ്പോൾ 3:30 ഇപ്പോൾ ആ പ്രതികൾ മുഴുവൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയിരിക്കുകയാണ്. അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് ഓരോരുത്തരെയായി പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പ്രതികളുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കമെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഈ പ്രതികളുടെ വീട്ടുകാർക്ക് വന്ന് കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലാണ് ഏറ്റവും അടുത്തുള്ളത് എന്നുള്ളൊരു പരിഗണന കൂടി പ്രതികൾക്ക് ഈ CBI കോടതി നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതികളെ എല്ലാം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. മാത്രമല്ല, മുൻ ഉദുമ MLA കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികൾ ഇപ്പോൾ എറണാകുളം ജില്ലാ ജയിലിലാണുള്ളത്. ഇവരും കണ്ണൂരേക്ക് മാറ്റണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രതികളെയും മുൻ MLA അടക്കമുള്ള പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ തന്നെയാണ് സാധ്യത. ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളും അവർ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ ശരി മിഥുൻ, പെരിയ ഇരട്ടക്കൊലക്കേസിലെ കുറ്റവാളികളായ 9 പേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രതികളുടെ ആവശ്യം പരിഗണിച്ച് കോടതി നിർദ്ദേശപ്രകാരമാണ് ജയിൽ മാറ്റം. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.